ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. നമുക്ക് ഇറച്ചി ഇല്ലെങ്കിലും ഇറച്ചിക്കറി കൂട്ടുന്ന പോലെ തന്നെ ഉള്ള ടേസ്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി കറി. അപ്പോൾ ഇത് എന്തുപയോഗിച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കടച്ചക്കയാണ്. നല്ല വില കുറവായിട്ടും നല്ല എളുപ്പത്തിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടുന്നൊരു സാധനമാണല്ലോ കടച്ചക്ക. ഞാൻ ഇപ്പോൾ ഒരു ചെറിയ കടച്ചക്ക തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാൻ ഒരു 10 മിനിറ്റ് മതിയാവും. അത് വേവുന്ന നേരത്തിന് നമുക്ക് കുറച്ച് തേങ്ങ, അരപ്പിനുള്ള തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങ നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ്. 2 പെരിഞ്ചീരകം, ഒരു 3-4 ഏലക്കയും പട്ടയും ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളിയും ഒരു തണ്ട് കരിയാപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടായതും നമുക്ക് ഈ എണ്ണയും മസാലയും ആ ഉള്ളിയെല്ലാം കൂട്ടിയിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മളിത് തേങ്ങ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ ഈ കറിക്കെന്നല്ല ഏത് കറിക്കും അരപ്പ് തയ്യാറാക്കുമ്പോൾ നമുക്ക് തേങ്ങ നല്ലോണം വറുക്കാൻ ഇത് ഈസി ആയിരിക്കും. മുഴുവനായിട്ടുള്ള തേങ്ങയാണെങ്കിൽ അത് നല്ലോണം മൂത്ത് വരാൻ കുറച്ച് നേരം എടുക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ തേങ്ങ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തേങ്ങ നല്ലോണം മൂത്തെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ മസാല ചേർക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവ് കൂടുതൽ ചേർക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എരിവ് കുറച്ചാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടത്. അപ്പോൾ നമ്മുടെ കടച്ചക്ക ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ ഇത് തീ ഓഫാക്കി മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് നല്ലോണം ആറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നല്ല മഷി പോലെ വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ നോക്കണം. തീരെ അരഞ്ഞു വന്നില്ലെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ അരപ്പ് വെള്ളം ചേർക്കാതെയാണ് നല്ലോണം അരച്ചെടുത്തിരിക്കുന്നത്. ഇത് അരഞ്ഞില്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ അരപ്പ് നമ്മൾ വെന്തുകൊണ്ടിരിക്കുന്ന കടച്ചക്കയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കടച്ചക്കയിൽ സവാള ഇടേണ്ടവർക്ക് ഇടാം കേട്ടോ. ഇനി ഈ അരപ്പ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ആയതിന് ശേഷം നമുക്ക് എന്തോരം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിയൊക്കെ മിക്സ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് തീ കത്തിക്കാം. ഇപ്പോൾ കറി നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ആവശ്യത്തിന് വറ്റുമ്പോൾ ഇറക്കി വെക്കാം. നല്ലോണം കട്ടിയാവണമെന്നുണ്ടെങ്കിൽ തീ കൂട്ടിയിട്ട് ഒരു 10 മിനിറ്റ് വറ്റിച്ചാൽ മതിയാകും. അപ്പോൾ ഇത് കുറച്ച് ഗ്രേവി ആയിട്ട് കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റ്. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റാണ്. അപ്പോൾ കറി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായതും കടുകിട്ട് കൊടുക്കാം. 2 ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നല്ലോണം മൂത്തതും കരിയാപ്പിലയുടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കടച്ചക്ക വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ടുകൊണ്ട് രണ്ടാമത് ലേശം ഉപ്പ് ചേർത്തിരുന്നുള്ളൂ. അപ്പോൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.